വയൽക്കരയിൽ പുഴക്കരയിലൊക്കെ വിവിധതരം വീടുകൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും. പക്ഷേ ഒരു വലിയൊരു വയലിന്റെ മുൻപിൽ ഇതുപോലൊരു വീട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. കോഴിക്കോട് ഒരു പഴയൊരു കടയിൽ നിന്ന് കളക്ട് ചെയ്ത പഴയ ജനലും വാതിലും ഒക്കെ എടുത്തിട്ട് അത് നമ്മൾ ജസ്റ്റ് പെയിന്റ് അടിച്ചു വെച്ചിട്ടേ ഉള്ളൂ. ഈവനിങ്ങിലൊക്കെ ആണെങ്കിൽ വീടിനും വേറൊരു ഭംഗിയാണ് തരും. ആ വയലും അല്ലേ, കിഴക്കോടെ പടിഞ്ഞാറോടെ ആവുന്ന സമയത്ത് ഭയങ്കര ഭംഗിയായിട്ട് നമുക്ക് ആ സ്പേസ് എൻജോയ് ചെയ്യാൻ പറ്റും. ഈ റൂമില് ഞാൻ നോക്കിയപ്പം വേറെ എക്സ്ട്രാ ലൈറ്റിന്റെ ഒന്നും ആവശ്യം വരുന്നില്ല ശരിക്കും. ഞാൻ പറഞ്ഞില്ല, ഒരു ബൊട്ടാണിക്കൽ ഗാർഡനിലോട്ട് കയറുന്ന പോലെയാണ് ഇവിടെ ഇങ്ങോട്ടേക്ക് കയറുന്നത്. ഒരു വലിയ മരക്കുറ്റികളൊക്കെ ആയിട്ടാണ് ഇവിടെ ടേബിളായിട്ട് വന്നിരിക്കുന്നത്. ആ സ്റ്റെയറിന് പ്രത്യേകതയുണ്ട്. അത് താഴത്തെ 3-4 സ്റ്റെപ്പുകൾ കുറച്ചിങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്താൽ വെച്ചിരിക്കുന്നത്. ഇവിടെ എന്താ ചീനച്ചിട്ട് ഇവിടെ എന്തെങ്കിലും കുക്കിംഗ് സ്പേസ് ആയിരിക്കും വിചാരിച്ചപ്പോഴാണ് അപ്പുറം ഒരു പൈപ്പ് കണ്ടത്. എൻ്റെ അമ്മോ, ഇത്ര നല്ലൊരു ഓഫീസ് സ്പേസ് വേറൊരു സ്ഥലത്തും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. നമ്മൾ ഫുട്ബോളിന്റെ മക്ക എന്നറിയപ്പെടുന്ന അരീക്കോടാണുള്ളത്. മലപ്പുറം ജില്ലയുടെ സ്വന്തം അരീക്കോട്. ഫുട്ബോൾ കൊണ്ട് മാത്രമല്ല, ചിലപ്പം ഇനി ഈ വീടും മലപ്പുറത്താണെന്ന് പറഞ്ഞ ആളുകൾ ചർച്ച ചെയ്യാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഒരു വീടാണത്. കാരണം ഈ വീട് വലിയൊരു പാടശേഖരത്തിന് അഭിമുഖമായിട്ട് അങ്ങനെ പ്രകൃതിയെ അഭിമുഖം ചെയ്ത് നിൽക്കുന്ന ഒരു വീടാണ്. ഗംഭീര വീടാണ്. ഇതിൻ്റെ ഒരു കൺസെപ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, നിങ്ങൾക്ക് മൊത്തം കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമുക്ക് ആദ്യം ഒരാളെ പരിചയപ്പെടാനുണ്ട്. ബ്രോ നമസ്കാരം. നൗഫൽ അല്ലേ, ഡോം ഓഫ് തോട്ട്സ്. ഇതൊരു വേറെ വെറൈറ്റി തോട്ടാണ് അല്ലേ. നമ്മൾ ആണ് ഇത് ചെയ്തിരിക്കുന്നത്. ആർക്കിടെക്ട്, ഡിസൈൻ എല്ലാം നമ്മൾ തന്നെയാണ്. എത്ര നാളായി വീട് പണി കഴിഞ്ഞിട്ട്? 1 വർഷമായി. ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആണ് നമ്മളിപ്പോൾ ഈ നിൽക്കുന്ന ഒരു കാൻഡിവേർഡ് ആയിട്ടുള്ള ഒരു സ്റ്റേജ് അല്ലേ ബ്രോ? പറയൂ, ഇതിന്റെ ഫീച്ചേഴ്സ് പറയൂ. ഇതെന്താണ്? ഇവിടെ നമ്മൾ ഒരു അതിദൂരെ, ഇതിപ്പം അരീക്കോട് ടൗണോട് അടുത്തൊരു സ്ഥലമാണ്. മുൻപിൽ നമ്മൾ കാണുന്ന പോലെ വലിയൊരു വയലാണ്. അങ്ങ് ദൂരേന്ന് വഴിയിൽ നിന്ന് നോക്കുമ്പോഴേ ഈ വീട് നമുക്ക് കാണാം. ഒത്തിരി റീയൂസ്ഡ് മെറ്റീരിയൽസ് വെച്ചിട്ട് കൂടിയാണ് ഈ വീട് ചെയ്തിരിക്കുന്നത് അല്ലേ. കുറെ ഓട്, ഒരു ട്രോപ്പിക്കൽ സ്റ്റൈൽ എന്ന് വേണമെങ്കിൽ പറയാം. ഒരു ട്രോപ്പിക്കൽ മോഡേൺ ആർക്കിടെക്ചർ. പറയൂ. ആക്ച്വലി നമ്മളിപ്പോൾ നിൽക്കുന്ന ഏരിയ എന്ന് പറയുന്നത് നമ്മളുടെ സിറ്റ് ഔട്ട് ഒരു ലോങ് വരാന്തയായിട്ട് കൊടുത്തിട്ട് അതിന് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തിട്ടുള്ള ഒരു സിറ്റ് ഔട്ടാണ്. ഒരു കാൻഡിലിവർ സ്റ്റൈലാണ്. കാൻഡിലിവർ സ്റ്റൈലിൽ അത് കൊടുത്തിട്ടുണ്ട്. അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാടത്തേക്ക് നോക്കിയിരിക്കാനും അതേപോലെ ഈ വൈകുന്നേരങ്ങളിൽ ഇവിടെയുള്ള കളി കണ്ടിരിക്കാനും ഒക്കെ ഈ ഒരു സ്പേസ് ആണ് ഏറ്റവും കൂടുതൽ ക്ലയന്റ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രൈവസി കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ കൂടിയാണ് ഈ വീട്ടുകാരെന്ന് പറയുന്നത്. അതെ. അപ്പോൾ അതോടൊപ്പം പുറത്ത് കിടക്കുന്ന ഈ ഒരു വലിയ വിശാലത ഇഷ്ടപ്പെടുകയും ചെയ്യുന്നുണ്ട്. അതെ, അത് ഈ പാടം ആണ് ആക്ച്വലി ഇതിന്റെ മെയിൻ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ വീടിനെ മൊത്തമായിട്ട് നമ്മൾ പാടത്തേക്ക് തിരിച്ചു വെച്ചു. എന്നിട്ട് പ്രൈവറ്റ് സ്പേസസിലേക്ക് നമ്മളൊരു ചെറിയൊരു കോർട്ട്യാർഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് അതിലൂടെയാണ് അതിന്റെ ക്രോസ് വെന്റിലേഷനും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകുന്നത്. ക്രോസ് വെന്റിലേഷന്റെ കാര്യം പറയുമ്പോഴാണ് ഈ വീട്ടിലേക്ക് കാറ്റും വെളിച്ചം എത്തുന്ന സ്ഥലങ്ങളൊക്കെ പറഞ്ഞാൽ അത് മൊത്തം ഓപ്പൺ ആയിട്ടാണ് ഇട്ടിരിക്കുന്നത്. വീടിന്റെ അങ്ങേ അറ്റത്ത് വരെ, ഹാളിൽ വരെ ഈ കാറ്റെത്തും, വെളിച്ചം എത്തും അല്ലേ. 2 നില വീടാണ്. എത്ര ബെഡ്റൂമിലാണ് ചെയ്തിരിക്കുന്നത് ബ്രോ? 5 ബെഡ്റൂമിൽ 4,200 സ്ക്വയർ ഫീറ്റ് ഏരിയയിലാണ് വന്നിരിക്കുന്നത്. ഈ പറഞ്ഞ പോലെ ഈ ഒരു അറ്റ്മോസ്ഫിയറിനെ എന്റർടൈൻ ചെയ്യാൻ അല്ലെങ്കിൽ മുഴുവൻ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയിട്ട് ഒരു വലിയ വരാന്തയും ഈ പറഞ്ഞ ഒരു സിറ്റിംഗ് സ്പേസും ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അല്ലേ. നമ്മൾ പഴയ കൺസെപ്റ്റുള്ള തിണ്ണ ഒരു ഓക്സൈഡ് ഫിനിഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു തിണ്ണ സ്പേസ് ഞാൻ കണ്ടിട്ടുണ്ട്. ഈ പഴയ മുസ്ലിം തറവാടുകളൊക്കെ പടാക്കൊലായി എന്നൊക്കെ പറയുന്ന രീതിയിൽ. അപ്പൊ ഇത്ര ഹൈറ്റിൽ ഉണ്ടാവുക. അതേപോലെ ഇവിടെ ഒരു തിണ്ണയായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിപ്പം പടിഞ്ഞാറൻ വെയിലിന്റെ ഒരു സമയമാണ്. അപ്പം ഈവനിങ്ങിലൊക്കെ ആണെങ്കിൽ വീടിനും വേറൊരു ഭംഗിയാണ് തരും. ആ വയലും അല്ലേ, കിഴക്കോടെ പടിഞ്ഞാറോടെ ആവുന്ന സമയത്ത് ഭയങ്കര ഭംഗിയായിട്ട് നമുക്ക് ആ സ്പേസ് എൻജോയ് ചെയ്യാൻ പറ്റും. നൈസ്. നമുക്കിങ്ങനെ പോകാം. വലിയൊരു നീളം വരാന്തയാണ്. ഈ വരാന്തയ്ക്ക് ഇപ്പുറം ഒരു ലോൺ സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇത് തൊട്ട് വഴിയുണ്ട്. ഒരു ക്രീപ്പേഴ്സ് എല്ലാം കൂടെ അങ്ങോട്ടേക്ക് വഴിയിലേക്ക് ഇങ്ങനെ ചാഞ്ഞ് കിടക്കുന്ന രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഹാൻഡ് റെയിൽസ്, അത് നമ്മൾ വീടിന്റെ ഇന്റീരിയറിൽ ചെയ്യുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത് അല്ലേ. ഒരു റിട്ടൈൻ വാളിന് വരുന്ന റെയിലാണത്, ഹാൻഡ് റെയിലാണത്. സിമ്പിൾ ആയിട്ട് നമുക്ക് അങ്ങോട്ടേക്ക് കാണാൻ പറ്റണം. അതൊരു മേജർ ഡിസൈൻ എലമെന്റ് അല്ലാണ്ട് സിമ്പിൾ ആയിട്ട് പോകണം എന്നുള്ള രീതിയിലാണ് ഹാൻഡ് റെയിൽ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ കാർ പോർച്ചും നമ്മുടെ വയലിന് അഭിമുഖമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. മുഖം അങ്ങോട്ടേക്കാണ് വരുന്നത്. നമ്മുടെ മുകളിൽ എന്താ ചെയ്തിരിക്കുന്നത്? ഓടാണോ? ഇത് ഈ ഒരു സ്ട്രക്ചർ മാത്രം നമ്മൾ ഫുള്ള് സ്റ്റീൽ ഫ്രെയിം സ്ട്രക്ചർ ചെയ്തിട്ട് അതിന്റെ മുകളിലേക്ക് ഓട് വെച്ചിട്ടുള്ള സ്ട്രക്ചറാണ്. അതായത് കോൺക്രീറ്റ് ഈ ഭാഗത്തേക്കില്ല. ഇല്ല. ഓക്കെ. പരമാവധി കോൺക്രീറ്റ് കുറച്ചിട്ടുണ്ട് കുറെ ഭാഗത്ത്. 2 ഫ്ലോർ വരുന്ന ഏരിയയിൽ മാത്രം കോൺക്രീറ്റ് ചെയ്തിട്ട് ബാക്കിയുള്ള ഭാഗത്തൊക്കെ നമ്മൾ ഓട് അതേപോലെ വെച്ചേക്കാം. യെസ്. നമുക്ക് മെല്ലെ ഇങ്ങോട്ടേക്ക് നീങ്ങാം. ഇതൊരു ട്രോപ്പിക്കൽ വീടാണെന്ന് പറഞ്ഞല്ലോ. അത് എന്തുകൊണ്ടാണെന്ന് ഇങ്ങോട്ടേക്ക് ക്യാമറ തിരിക്കുമ്പോൾ മനസ്സിലാവും. ഇഷ്ടംപോലെ വെറൈറ്റി പ്ലാന്റ്സ് ഇവിടെ വെച്ചിട്ടുണ്ട്. എല്ലാം ട്രോപ്പിക്കൽ പ്ലാന്റുകളാണ്. കുറെയൊക്കെ ട്രോപ്പിക്കൽ പ്ലാന്റ് തന്നെയാണ്. കലാത്തിയ പ്ലാന്റ്സ് വന്നിട്ടുണ്ട്. പിന്നെ എന്തൊക്കെയാണ് വന്നിട്ടുള്ളത്? ലാൻഡ്സ്കേപ്പിൽ മെയിൻ ആയിട്ട് നമ്മൾ ഈ പേവ്മെന്റ്സ് ആണ് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നത്. പേവ്മെന്റ്സ് ഇതിപ്പോ 1 ഇയർ കഴിഞ്ഞിട്ടും
നമുക്ക് പേയ്മെന്റ്സിൽ പുല്ലൊന്നും നശിച്ചു പോയിട്ടില്ല. അപ്പോൾ വണ്ടി കയറി കഴിഞ്ഞാലും നശിച്ചു പോകാത്ത രീതിയിലും മാക്സിമം നമ്മളുടെ വെള്ളം ഭൂമിയിലേക്ക് പെൻട്രേറ്റ് ചെയ്യുന്ന രീതിയിലാണ് കംപ്ലീറ്റ് ലാൻഡ്സ്കേപ്പ് ഹാർഡ്സ്കേപ്പ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ലാൻഡ്സ്കേപ്പ് പിന്നെ തൊട്ടടുത്ത വീടിനൊക്കെ കുറച്ച് പ്രൈവസി ഒക്കെ വരുന്ന രീതിയിൽ എത്രമാത്രം ഗ്രോ ചെയ്യണം വേണ്ട എന്നുള്ളതൊക്കെ പ്ലാൻ ചെയ്തിട്ട് ഒരു ഗ്രീൻ വാളാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. മെയിനായിട്ട് അങ്ങനെ കയറി വരുമ്പോൾ നമ്മൾ ഈ കോർട്ട്യാർഡിന്റെ ഈ ഒരു ഫസാഡ് വാളാണ് ഭയങ്കര ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പൊ അതിൽ ബിനാലൊക്കെ പോയ പോലെ ഇത് ആക്ച്വലി നമ്മള് കോഴിക്കോട് ഒരു പഴയൊരു കടയിൽ നിന്ന് കളക്ട് ചെയ്ത പഴയ ജനലും വാതിലും ഒക്കെ എടുത്തിട്ട് അത് നമ്മൾ ജസ്റ്റ് പെയിന്റ് അടിച്ചു വെച്ചിട്ടേ ഉള്ളൂ. അത് മതിയായിരുന്നു അല്ലേ? അതെ അത് ഇതിവിടെ ഉള്ളിലാണ് കോർട്ട്യാർഡ് ഉള്ളത്. പക്ഷെ കോർട്ട്യാർഡിന് ഒരു പ്രൈവസി കിട്ടുന്ന രീതിയിൽ എന്നാൽ കയറി വരുന്ന സമയത്ത് ഒരു മെയിൻ ഹൈലൈറ്റ് ആയിട്ട് കിട്ടുന്ന രീതിയിലാണ്. അതായത് നമ്മൾ അങ്ങ് വഴിയിൽ നിന്ന് കാണുന്ന രീതിയല്ല ഇവിടെ വരുമ്പോൾ മാറി. ഇതൊരു വലിയ കോർട്ട്യാർഡ് സ്പേസ് ആണ്. അതിന്റെ ഉള്ളിലോട്ട് കയറിയപ്പോഴത്തേക്ക് ഒരു ബൊട്ടാണിക്കൽ ഗാർഡനിലൊക്കെ പോയ ഫീൽ ഉണ്ടായിരുന്നു. നമുക്ക് കയറി കാണിക്കാം. നല്ല രസമാണ് കേട്ടോ. ഇവിടേക്ക് ഇഷ്ടംപോലെ പ്ലാന്റ്സ് വന്നിട്ടുണ്ട്. വീടിന്റെ അത്രയും പൊക്കത്തിൽ തന്നെ പ്ലാന്റ്സ് ഒക്കെ വന്നിരിക്കും. ഇതെന്താ? ഇതൊരു വർഷം കൊണ്ട് വളർന്നു വന്ന പ്ലാന്റ് ആണ്. അപ്പൊ വീടിന്റെ ഉള്ളിലേക്ക് 2-3 എൻട്രൻസ് ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം. ഒന്ന് ഇതിലെ നമ്മുടെ കോർട്ട്യാർഡ് വഴി ഉള്ളിലേക്ക് കയറാം. പിന്നെ അടുക്കള വഴി പോകാനായിട്ട് വേറൊരു വെറൈറ്റി സ്പേസും ഡോറും അവിടെയും കൊടുത്തിട്ടുണ്ട് അല്ലേ? അതെ എസ്തെറ്റിക് പാർട്ട് നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇതിന്റെ സൗകര്യത്തെക്കാൾ കൂടുതൽ നന്നായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇതാണ് വീടിന്റെ ലാൻഡ്സ്കേപ്പ് ഏരിയ എന്ന് പറയുന്ന ഭാഗം. ഇനി നമുക്ക് മെല്ലെ തിരിച്ച് വീടിന്റെ വരാന്ത വഴി വീടിന്റെ ഉള്ളിലേക്ക് പോകാം. കമോൺ എവരിബഡി, ബാ. ഈ വീടിന്റെ വാതിൽ നമ്മൾ തുറക്കണ്ട. കുറ്റി അങ്ങ് മാറ്റിയിട്ടുണ്ടെങ്കിൽ കാറ്റ് തന്നെ വന്ന് തുറന്നോളും. പടിഞ്ഞാറൻ കാറ്റ്, അത്രത്തോളം കാറ്റ് വീട്ടിൻ്റെ ഉള്ളിലേക്ക് വരുന്നുള്ളതാണ്. നല്ല വേർതിരിക്കുന്ന സമയത്തേക്കാണെങ്കിൽ ഉണ്ടല്ലോ എന്താ സുഖം എന്നറിയാം. തണുത്ത കാറ്റ് തന്നെ അല്ലേ? അതെ. നമ്മൾ ഈ ഫ്ലോറിംഗ് എന്താ ചെയ്തിരിക്കുന്നത്? ഫ്ലോറിംഗ് ടോട്ടൽ വീട്ടിൽ സിംഗിൾ മെറ്റീരിയലാണ് ഫ്ലോർ ചെയ്തിട്ടുള്ളത്. ഇത് കോട്ട സ്റ്റോൺ ആണ് ചെയ്തിട്ടുള്ളത്. ഇത് ലിവിംഗ് ഡൈനിങ് ഒരു സിംഗിൾ ഹോൾ ആയിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കയറി വരുന്ന സമയത്ത് നമുക്ക് കുറച്ചും കൂടി സ്പേഷ്യസ് ആയിട്ടുള്ള ഫീൽ കിട്ടും. അതേപോലെ തന്നെ നമ്മൾ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഇതിന്റെ നേരെ മുകളിൽ ബാൽക്കണിയാണ്. അപ്പോൾ അതിൽ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള സൺലൈറ്റ് കിട്ടുന്നത് കാരണം നമുക്ക് വേണ്ട വെളിച്ചം കിട്ടുകയും ചെയ്യും. എന്നാൽ ചൂട് നമുക്ക് ഒഴിവാക്കാനും പറ്റും. ചൂടൊട്ടുമില്ല എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത കേട്ടോ. സത്യമായിട്ട് പറഞ്ഞാണ്, ചൂടൊട്ടുമില്ല. ഇപ്പം ഇത് ഡൈനിങ് സ്പേസ്, അവിടെ ഒരു വലിയൊരു മിറർ. അത് അങ്ങനെ ഒരു മിറർ വന്നുകൊണ്ട് എന്താ ഗുണം എന്ന് വെച്ചാൽ ഈ സ്പേസ് ഇരട്ടിയായിട്ട് വോളിയം ഫീൽ ചെയ്യാം. അതെ. അവിടെ നിന്ന് ഇനിയും സ്പേസ് ഉണ്ടെന്ന് തോന്നുന്നു. അങ്ങനെയാണ് അതാണ് നമ്മുടെ കയറി വരുമ്പോൾ ഉള്ള കോമൺ ലിവിംഗ് സ്പേസ്, TV ഏരിയ എല്ലാം ഒരു ഭാഗത്താണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു വീടിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോമൺ ഏരിയാസ് ഒക്കെ ഭയങ്കര സ്പേഷ്യസ് ആയിട്ടും ബെഡ്റൂംസ് ഒക്കെ ക്ലയന്റ് റിക്വയർമെന്റ് പ്രകാരം മിനിമം ബെഡ്റൂംസ് ആണ്. അപ്പോൾ നമ്മൾ ഓരോ സ്പേസിലേക്കും പറ്റുന്ന രീതിയിൽ ഫേർണിച്ചർ കസ്റ്റമൈസ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടെ വെച്ചിട്ട് കുറേ ഫേർണിച്ചറും നമ്മളുടെ ജോയിനറി ഒക്കെ ചെയ്ത സമയത്തുള്ള മരത്തിന്റെ പീസസ് ഉണ്ട്, വേസ്റ്റ് പീസസ്. ആ വേസ്റ്റ് പീസ് വെച്ചിട്ട് നമ്മൾ തന്നെ ചെയ്തു വെച്ചിട്ടുള്ള ഒരു ആർട്ട് വർക്കാണ് ഈ കാണുന്നത്. വലിയ സിംഗിൾ പലകയിൽ ചെയ്താൽ തോന്നുന്നു അല്ലേ? അതെ. ഇതിൽ ഈ പീസൊക്കെ ശരിക്കും ഇവിടുന്ന് വേസ്റ്റ് ആയി പോകേണ്ട പീസസ് എടുത്തിട്ട് നമ്മൾ കളക്ട് ചെയ്ത് ചെയ്തതാണ്. അതുപോലെ ഈ ഇല ഇംപ്രിന്റ് ചെയ്ത് വെച്ചേക്കുന്നതൊക്കെ നമ്മൾ ഇവിടെ തന്നെയുള്ള ഇലകൾ പ്ലാസ്റ്റർ ചെയ്യുന്ന സമയത്ത് കൊണ്ടുപോയിട്ട് ഇംപ്രിന്റ് ചെയ്തിട്ട് അതിനുശേഷം നമ്മൾ എടുത്തതാണ്. കോൺക്രീറ്റ് വുഡ്, അതാണ് കോമ്പിനേഷൻ വന്നിരിക്കുന്നത് അല്ലേ മൊത്തത്തില്? ഓക്കെ. ടോട്ടൽ ഇന്റീരിയറിന്റെ ഒരു കളർ പാലറ്റ് ഇതാണ്. വുഡ്, കോട്ട സ്റ്റോൺ, ഈ മെഷ്, കെയിൻ മെഷ്, ആ രീതിയിലാണ് കംപ്ലീറ്റ് ഇന്റീരിയർ പോയിട്ടുള്ളത്. ഡൈനിങ് സ്പേസിന് ഇപ്പുറത്തുള്ള നേരത്തെ പറഞ്ഞ വലിയ മിററുള്ള ഹാൻഡ് വാഷ് ഏരിയ, അത് നല്ലൊരു ഏരിയ, വലിയ സ്പേസ് കൊടുത്തിട്ടുണ്ട് ഇവിടെ അല്ലേ? അതെ. സാധാരണ ചെറിയൊരു കോമ്പാക്ട് സ്പേസ് ആക്കി മാറ്റുമ്പോൾ ഇവിടെ വലിയൊരു വിശാലമായ ഏരിയ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് ശരിക്കും ഒരു സിംഗിൾ വുഡാണ്. ഒരു മരത്തടിയാണ്. ആ തടിയുടെ മുകളിൽ ജസ്റ്റ് വാഷ് ബേസും വെച്ചേക്കുന്ന രീതിയിലാണ്. ഡൈനിങ് സ്പേസിന്റെ ഇപ്പുറത്ത് തന്നെയാണ് നമ്മുടെ ഗസ്റ്റ് ബെഡ്റൂം വരുന്നത്. ഇവിടെയാണ് ഒരു പൗഡർ റൂം അല്ലേ? അതെ, ഇത് ചെറിയൊരു പൗഡർ റൂം അവിടെ. ഈ റൂമിൽ ഞാൻ നോക്കിയപ്പം വേറെ എക്സ്ട്രാ ലൈറ്റിന്റെ ഒന്നും ആവശ്യം വരുന്നില്ല ശരിക്കും. കാരണം ഇവിടെ നിന്നുള്ള പടിഞ്ഞാറൻ വെയില് വരുന്ന വഴികൾ വീട്ടിന്റെ ഉള്ളിലേക്ക് ഉണ്ടോ, നമ്മുടെ കോട്ടിലും ഒക്കെ ആണെങ്കിലും ഈ വരുന്ന പാച്ചുകൾ, ആ പാച്ചൊക്കെ നല്ല രസമുണ്ട്. അതേപോലെ ഈ ആർട്ട് വർക്ക്, ഇത് ശരിക്കും ലീഫ് എന്നുള്ളൊരു കോൺസെപ്റ്റില് നമ്മൾ ഓഫീസിൽ നിന്ന് തന്നെ ആർക്കിടെക്ട്സ് വന്ന് ഞങ്ങൾ തന്നെ പെയിന്റ് ചെയ്തിട്ടുള്ള ഒരു പെയിന്റിംഗ് ആണ് ആക്ച്വലി. നേരത്തെ പറഞ്ഞ പോലെ വുഡ്, കെയിന് ഈ രീതിയിലുള്ള ഒരു കോമ്പിനേഷനിലാണ് ത്രൂ ഔട്ട് പാറ്റേൺ. അത് തന്നെയാണ് നമുക്ക് ഇവിടെ വാർഡ്രോബിലും വന്നിരിക്കുന്നത്. അതെ, ഫ്ലോറിംഗ് എല്ലാം സെയിം ആയിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. ചെറിയൊരു ബെഡ്റൂം ആണല്ലേ? ചെറിയ ബെഡ്റൂം, ഗസ്റ്റ് ബെഡ്റൂം, ഒരു വളരെ ചെറിയ ബെഡ്റൂം. നൈസ്. ഇവിടെ തന്നെയാണ് ഒരു ഡ്രസ്സിംഗ് ടേബിള് വന്നിരിക്കുന്നത്. ഇവിടെയാണ് വിത്ത് മിററൊക്കെ ആയിട്ട്. ഇനി നമ്മൾ ഈ വീട്ടിൽ കാണാൻ ഏറ്റവും ആകാംക്ഷയോടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ സ്ഥലത്തേക്ക് ഇറങ്ങാണ്. വീടിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെയാണ് ഇങ്ങനെ ഇറങ്ങാം. വീടിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ഇങ്ങനെ ഇറങ്ങാം, പുറത്തുനിന്ന് കയറാം. നമ്മുടെ ഡൈനിങ് സ്പേസിനും നമ്മുടെ കിച്ചൺ ആ പോകുന്ന ആ ഏരിയക്ക് ഇപ്പുറത്തുള്ള നമ്മുടെ കോർട്ട്യാർഡ് സ്പേസ്. ഞാൻ പറഞ്ഞില്ലേ, ഒരു ബൊട്ടാണിക്കൽ ഗാർഡനിലോട്ട് കയറുന്ന പോലെയാണ് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് കയറുന്നത്. വളരെ വൈൽഡായിട്ടാണ് ഇവിടെ പ്ലാന്റ്സ് എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത്. അത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇരിപ്പിടങ്ങളൊക്കെ ആണെങ്കിലും അങ്ങനെ തന്നെ ഒരു വലിയ മരക്കുറ്റികളൊക്കെ ആയിട്ടാണ് ഇവിടെ ടേബിളായിട്ട് വന്നിരിക്കുന്നത്. 2 ചെയറുകൾ കൊടുത്തിരിക്കുന്നത്. അത് ഇവിടെ ഉണ്ടെന്ന് പോലും അറിയാത്ത രീതിയിൽ ഗ്രീൻ. അപ്പോൾ അത് ചെടിയുടെ ഭാഗമായിട്ട് അങ്ങനെ മെർജ് ചെയ്തങ്ങ് പൊക്കോളും. കൊള്ളാട്ടാ. മുകളിൽ ഗ്ലാസ് ഇട്ടിരിക്കുന്നു. അത്
ഒരു വശം ഓപ്പൺ ആണ്. അതെ, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ കോർട്ട്യാർഡ് കൊടുക്കാനുള്ള കാരണം നേരത്തെ പറഞ്ഞ പോലെ ഇത് കിച്ചണുമായിട്ട് നേരിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. മാത്രമല്ല ഈ ഒരു വഴിയാണ് നമ്മളുടെ ഫോർമൽ ഇൻഫോർമൽ സ്പേസിനെ കണക്ട് ചെയ്യുന്നത്. അപ്പോൾ എല്ലാ ഭാഗത്തേക്കും വെളിച്ചം എത്തുകയും വേണം. മാത്രമല്ല ഇതിൻ്റെ ഫസ്റ്റ് ഫ്ലോർ ഇതിൻ്റെ നേരെ മുകളിലാണ്. അപ്പോൾ ശരിക്കും ഷാഡോ അനലൈസ് ചെയ്യുന്ന സമയത്ത് ഈ ഭാഗത്തേക്ക് ഒരിക്കലും ഡയറക്റ്റ് സൺലൈറ്റ് ഹിറ്റ് ചെയ്യൂല. അതുകൊണ്ടാണ് നമുക്ക് ഡയറക്റ്റ് ഇവിടെ മുകളിൽ ഗ്ലാസ് കൊടുക്കാൻ പറ്റിയത്. എന്നാലും ആ ഒരു ഇത് ഒരു വെന്റിലേഷൻ നടക്കാൻ വേണ്ടിയിട്ട് ഒരു ഭാഗത്ത് നമ്മൾ ഓപ്പൺ ആക്കിയിട്ടിരിക്കുകയാണ്. അത് ശരിക്കും ഞാൻ പറഞ്ഞില്ലേ, ഒരു വലിയൊരു ഗാർഡനിലോട്ട് കയറിയ പോലെയാണ്, ഒരു സിനിമയ്ക്ക് സെറ്റ് ഇട്ട പോലെ. ഇപ്പോഴും ഇങ്ങനത്തെ ഒരു ട്രോപ്പിക്കൽ വീട് കാണിക്കുമ്പോൾ ആളുകളുടെ സംശയമാണ് പാറ്റ അല്ലെങ്കിൽ മറ്റേ പാമ്പുകൾ കഴിഞ്ഞ് കയറില്ലേ? ഇല്ല, ഒരിക്കലും കയറൂല. അത് രണ്ട് കാര്യങ്ങളാണുള്ളത്. ഒന്ന്, ഇത് ഇന്റീരിയർ സ്പേസ് പോലെ തന്നെ കംപ്ലീറ്റ്ലി ക്ലോസ് ചെയ്തിടാൻ പറ്റും. അതെ. രണ്ടാമത്, ഇതിനകത്ത് പ്ലാന്റ്സ് ഒക്കെ സെലക്ട് ചെയ്യുന്നത് ഇൻഡോർ പ്ലാന്റ്സ് ആയിട്ട് തന്നെയാണ്. ഇതിൽ വളരുകയും ചെയ്യണം. അതേപോലെ ഇങ്ങനത്തെ ചെടികളോ ഇങ്ങനത്തെ പ്രാണികളോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ അട്രാക്ട് ചെയ്യാത്ത രീതിയിലാണ് കാര്യങ്ങൾ അറേഞ്ച് ചെയ്തത്. നേരെ ക്രോസ് വെന്റിലേഷൻ എന്ന് പറയുന്നത് ആ കാറ്റ് നേരെ കടന്നു വരുന്നു, നമ്മുടെ ലിവിംഗ് സ്പേസിലെ ജനലും കടന്ന് നേരെ കിച്ചണിലേക്ക് പോകാം. അവിടെ കിച്ചണാണ്. അപ്പൊ ഇവര് ശരിക്കും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കുന്നത്, അവിടെ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ഉണ്ട്, പക്ഷെ എന്നാൽ പോലും കുട്ടികളൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതും അവരുടെ ടൈം സ്പെൻഡ് ചെയ്യുന്നത് അവർ ഈ ഒരു ഗ്രീൻ പോക്കറ്റിലാണ്. എക്സലന്റ് ആയിട്ട് ഈ വീടിന്റെ ഈ ഡിസൈനും ഈ കോർട്ട്യാർഡും സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ കോർട്ട്യാർഡിൽ നിന്ന് കയറി വന്നു വീണ്ടും വീടിന്റെ ഉള്ളിലേക്ക്. ഇവിടുന്ന് സ്റ്റെയർ ആണ് പോകുന്നത് മുകളിലേക്ക്. ആ സ്റ്റെയർ ഒരു പ്രത്യേകതയുണ്ട്, അത് താഴത്തെ 4 സ്റ്റെപ്പുകൾ കുറച്ച് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്താണ് വെച്ചിരിക്കുന്നത്. അതിനൊരു പർപ്പസ് എന്നോട് പറഞ്ഞിരുന്നു. അതായത് ഇതൊരു പാർട്ടീഷനാണ്. അതായത് ഇത് കുറച്ചൊരു പ്രൈവറ്റ് ഏരിയ ആണ്, ഫാമിലി ഏരിയ ആണ്. സോ അങ്ങോട്ടേക്ക് നമുക്ക് ഇടിച്ചു കയറി ചെല്ലാൻ പറ്റില്ല. അതിൻ്റെ ഒരു സൂചനയാണ് ഈ പറഞ്ഞൊരു പാർട്ടീഷൻ അല്ലേ. അതിനെ ഭയങ്കര രസകരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഒരു വേണമെങ്കിൽ ഒരു ഫുൾ കവർ ചെയ്യുന്നൊരു പാർട്ടീഷൻ കൊടുക്കാമായിരുന്നു. അതെന്താണ് ഇങ്ങനെ ചെയ്തത്? അത് ഫുൾ കവർ ചെയ്തൊരു പാർട്ടീഷൻ ചെയ്യുന്ന സമയത്ത് വീണ്ടും ഇതൊരു കൺജസ്റ്റഡ് ഏരിയ ആയിട്ട് ഫീൽ ചെയ്യും. ഇതിങ്ങനെ കംപ്ലീറ്റ്ലി ഒരു ഓപ്പൺ ഹോളാണ്, പക്ഷേ സെയിം ടൈമിൽ നമ്മൾ ഇതിനെ എക്സ്റ്റെൻഡ് ചെയ്ത് വെച്ചു. അപ്പോൾ ഒരു ലിമിറ്റ് ചെയ്യണം. ഓക്കെ, ഇതൊരു വേറൊരു സ്പേസ് ആണ്, ഇത് വേറൊരു സ്പേസ് ആണെന്നുള്ളത് ഒരു ഇന്റൻഷനലി ഡിസൈൻ ചെയ്ത് വെച്ചേക്കുന്നതാണ്. സെയിം ടൈമിൽ ഇവിടെ കുട്ടികളൊക്കെ ഇവിടെ ഇരുന്ന് ഇങ്ങനെ സിറ്റിംഗ് സ്പേസ് ആയി മാറി എൻജോയ് ചെയ്യുകയും ചെയ്തു. ഇവിടെ കുറച്ച് വാൾ ഡെക്കേഴ്സ് എല്ലാം കണ്ടു. ഇതൊക്കെ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇത് പഴയ അല്ലേ, അതേ പറഞ്ഞ പോലെ റീയൂസ്ഡ് മെറ്റീരിയൽ ആണ്. പഴയ കട്ടിലാണ് ഈ വന്നിരിക്കുന്നത്. ഇതൊരു പഴയ ജനലാണ് വന്നിരിക്കുന്നത്. അതിനെയൊക്കെ നമ്മളിങ്ങനെ രസകരമായിട്ട് ഒരു ഡെക്കർ ആയിട്ട് വാങ്ങി വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ പഴയൊരു ഫാബ്രിക്കിനെ നമ്മളിവിടെ ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കുന്നത്. ജസ്റ്റ് ഫ്രെയിം ചെയ്ത് വെച്ചു. കോമ്പിനേഷനിൽ ചെയ്യുക എന്നുള്ളതിലാണ് ശരിക്കും നമ്മൾ ഈ ഇതിന്റെ ഒരു ആർക്കിടെക്ചറിന്റെ ഒരു ബൈ പ്രോഡക്റ്റ് ആയിട്ടാണ് ഇന്റീരിയർ കൊണ്ടുവരണം എന്നുള്ളതായിരുന്നു ഒരു പ്ലാനിങ് ഉണ്ടായിരുന്നു. അപ്പൊ ഇവിടെ ഒരു ലക്ഷറിയസ് ആയിട്ട് വേറൊരു മെറ്റീരിയൽ കയറ്റുന്നത് ആക്ച്വലി ഇതൊക്കെ ലക്ഷറിയസ് മെറ്റീരിയൽ ആണ്, നമ്മളത് ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതിലാണ്. അപ്പൊ ഇതുവഴി ഇങ്ങോട്ട് വരുമ്പോഴാണ് നമ്മുടെ കിച്ചൺ ഏരിയ, പിന്നെ ശേഷിക്കുന്ന 2 ബെഡ്റൂമും വരുന്നത്. ഇവിടെ ഒരു ബെഡ്റൂം വരുന്നുണ്ട്, ഇവിടെ ഒരു ബെഡ്റൂം വരുന്നുണ്ട് അല്ലേ? യെസ്. അപ്പം ഈ സ്റ്റെയറിന്റെ അടിയിൽ ഒരു യൂട്ടിലിറ്റി സ്പേസ് കൊടുത്തിട്ടുണ്ട്. യെസ്. ഇത് ശരിക്കും ഈ ഒരു ഭാഗം നമ്മൾ സ്റ്റഡി ഏരിയ ആയിട്ടും അത് മൾട്ടിപർപ്പസ് പോലെ ചില സമയത്ത് അയൺ ചെയ്യാൻ ഉപയോഗിക്കുന്നുണ്ട്, ചില സമയത്ത് സ്റ്റഡി ഏരിയ ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അവിടെ നമ്മൾ പഴയൊരു മഞ്ച എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഇല്ല? മഞ്ച. അതെ, സ്റ്റോറേജ് സ്പേസ് നേരെ മുകളിലേക്ക് പുള്ള് ചെയ്യുന്ന രീതിയിലുള്ള സ്റ്റോറേജ് സ്പേസ് ആയിട്ടാണ് അതിനെ. പഴയ ഏതൊക്കെയോ വീടിന്റെ ഭാഗങ്ങൾ ഡെക്കോറായിട്ട് നമ്മൾ ആ പഴയ വാതിലും കട്ടിലൊക്കെ എടുക്കാൻ പോകുന്ന സമയത്ത് നമ്മൾ കണ്ട കുറെ മെറ്റീരിയൽസ് നമ്മൾ മനസ്സിൽ രൂപമായി. അതെ, പിന്നെ അതിന്റെ പ്രൊപ്പോർഷൻ അനുസരിച്ചിട്ട് നമ്മൾ അതിനെ ഒരു ഡെക്കോറായിട്ട് കൺവേർട്ട് ചെയ്യാണ് ചെയ്തത്. സൂപ്പർ. ഗ്രൗണ്ട് ഫ്ലോറിലുള്ള സെക്കൻഡ് ബെഡ്റൂം നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള അതേ സൈസ് തന്നെയുള്ള, അതെ, വളരെ ചെറിയ സൈസിലാണ് ബെഡ്റൂംസ് ഒക്കെ കൊടുത്തിട്ടുള്ളത്. ബെഡിന്റെ സ്പേസ്, ഒരു വാർഡ്രോബ് സ്പേസ്. ഈ ബെഡ്റൂമിൽ ഇവർക്കൊരു ഒരു സ്റ്റഡി ടേബിൾ പോലെ സ്പേസ് കൊടുത്തിട്ട് വിൻഡോ എപ്പോഴും മാക്സിമം വെളിച്ചം കിട്ടുന്ന രീതിയിലുള്ള വിൻഡോസ് ആണ് കൊടുത്തിട്ട്. പിന്നെ അറ്റാച്ച്ഡ് ഒരു വാഷ്റൂം അവിടെ വന്നിട്ടുണ്ട്. കൊള്ളാം. ഇതൊക്കെ ഒരു മിനിമലിസ്റ്റിക് ഡിസൈൻ തന്നെയാണ് വന്നിരിക്കുന്നത്. പിന്നെ കുറച്ച് വെട്ടം ഈ പറഞ്ഞ ക്രോസ് വെന്റിലേഷൻ നടക്കാനായിട്ട് അവിടെ ഒരു നമ്മുടെ ഹെഡ് സ്പേസിന്റെ അപ്പുറത്ത് അല്ലേ ഒരു വെന്റിലേഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. പ്രയർ ഏരിയയുടെ അപ്പുറത്ത് ആണ് നമ്മുടെ കിച്ചൺ വരുന്നത്. അങ്ങനെ നമ്മളൊരു സെമി സർക്കിള് ഇറങ്ങി അല്ലേ. ഈ കോർട്ട്യാർഡാണ് ഇതിനെല്ലാം കണക്ട് ചെയ്യുന്ന ഒരു കോമൺ ഇടം എന്ന് വേണമെങ്കിൽ പറയാം. ഇതാണ് നമ്മുടെ കിച്ചൺ. ഒരു കാര്യം, ഇവിടെ ഈ കോർട്ട്യാർഡ് സ്പേസിൽ ഞാൻ കണ്ടൊരു വെറൈറ്റി സംഭവം, ഒരു ചീനച്ചട്ടി വെച്ചിരിക്കുവായിരുന്നു. ഇവിടെ എന്താ ചീനച്ചട്ടി, ഇവിടെ എന്തെങ്കിലും കുക്കിംഗ് സ്പേസ് ആയിരിക്കും വിചാരിച്ചപ്പോഴാണ് അപ്പുറം ഒരു പൈപ്പ് കണ്ടത്. ഇതൊരു ഹാൻഡ് വാഷ് ഏരിയ ആണ് അല്ലേ? അതെ. ഇത് അടിയിൽ മരക്കുറ്റിയാണോ? അതെ അതെ. നമ്മുടെ നേരത്തെ സീറ്റിങ്ങിന് കൊടുത്ത അതേപോലെ തന്നെ ലാൻഡ്സ്കേപ്പിൽ സീറ്റിങ്ങിന് കൊടുത്ത അതേപോലെ ഒരു മരക്കുറ്റി വെച്ചിട്ടാണ് അതിന്റെ സീക്രട്ട് ഏരിയ ആണ്. പെട്ടെന്ന് മനസ്സിലാവില്ല കേട്ടോ. കിച്ചൺ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ഏരിയ ആണോ അല്ലെങ്കിൽ ഫാമിലിക്ക് ഡൈനിങ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സ്പേസ്? 3 പേര് മാത്രമുള്ള സമയത്ത് അവർക്ക് ഈ സ്പേസിൽ ഇരുന്നിട്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. അതൊക്കെ. അപ്പൊ അവിടെ നല്ല രസകരമായിട്ടുള്ള കുറച്ച് സ്റ്റോറേജ് ഐറ്റം ഒക്കെ ആയിട്ട് ഒരു ഡെക്കോർ അല്ലെങ്കിൽ അലങ്കാര. ഈ സ്പേസിനെ ശരിക്കും ഭയങ്കര ആക്റ്റീവ് ആക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ കോർട്ട്യാർഡിലേക്കുള്ള കണക്ഷൻ ആണ്. സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു കിച്ചൺ ആണ്. ജസ്റ്റ് ഒരു ട്രയാങ്കിൾ കീപ്പ് ചെയ്തിട്ടുണ്ട്. നമ്മൾ വാഷിംഗ് കുക്കിംഗ് ഒക്കെ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ ഇവിടുന്ന് പുറത്തേക്ക്
നമ്മൾ കയറി വരുന്ന വഴിയിലേക്ക് ഗസ്റ്റ് ആരാ വന്നത് എന്നുള്ളത് ഇവർക്ക് ശരിക്കും ഈ വിൻഡോയിലൂടെ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റുന്ന രീതിയിലാണ്. പിന്നെ നമുക്ക് എക്സ്ട്രാ ഒരു വർക്ക് ഏരിയ പുറകിൽ കൊടുത്തിട്ടുണ്ട്. കൊള്ളാം, ഒരു ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു കിച്ചൺ. ഇവിടെയും പകൽ സമയങ്ങളിൽ ലൈറ്റ് എക്സ്ട്രാ കൊടുക്കേണ്ട ആവശ്യമില്ല, നാച്ചുറൽ ലൈറ്റ് തന്നെ മതി. അങ്ങനെ നമ്മൾ താഴത്തെ പരിപാടി കഴിഞ്ഞു, മുകളിലേക്ക് പോകണം. ഒരു വുഡൻ സ്റ്റെയർ ആണ് മുകളിലേക്ക്. ടീക്ക് വുഡ് ആണോ? ഇത് ടീക്ക് വുഡാണ്. ഹാൻഡ് റൈലായിട്ട് നമ്മൾ പുറത്ത് റിട്ടേൺ വെള്ളം കൊടുത്തിരിക്കുന്നത് അതേ ഡീറ്റെയിൽ, കുറച്ച് മിനിമൽ ആയിട്ട് ഉള്ള ഹാൻഡ് റൈൽ എന്നുള്ള രീതിയിലാണ് കൊടുത്തേക്കുന്നത്. യെസ്, നൈസ്. ഇവിടെ ഒരു ഇച്ചിരി വെളിച്ചം കൂടുതൽ പോകുന്നുണ്ട്. എന്താന്ന് നോക്കി വേണം, മുകളിൽ നിന്ന് സ്കൈലൈറ്റ് വരാനുള്ള ഒരു പോർഷൻ കൊടുത്തിട്ടുണ്ട് അല്ലേ? യെസ്. അത് ഓപ്പൺ ചെയ്യാമോ? അത് കുറച്ച് എയർ ഗ്യാപ്പ് ഇട്ടിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെളിച്ചം ഉള്ളിലേക്ക് കൊണ്ടുവരാനും പറ്റും. അതേപോലെ ഈ ഭാഗത്ത് പ്രഷർ കുറച്ച് ചൂടുള്ള എയറിന് മുകളിലേക്ക് കൊണ്ടുപോയിട്ട് ആ എയർ എപ്പോഴും പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കും. ഓ, കൊള്ളാം. ഒരു കട്ടില് മുഴുവൻ ഈ വീട്ടിലുണ്ട്. പഴയ എവിടേക്കോ എങ്ങനെയൊക്കെയോ ആയി മാറിയിട്ടുണ്ട്. രസമല്ലേ? താഴെ നോക്കുമ്പോൾ കാണാൻ നല്ലൊരു ഡെക്കോറാണ്. ജസ്റ്റ് കളക്ട് ചെയ്ത് നേരെ അതിലേക്ക് പ്രൈമർ അടിച്ച് ജസ്റ്റ് ഡെക്കോറായിട്ട് ഉപയോഗിച്ചോ. ഒരു ലൈബ്രറിയിലേക്കാണ് നമ്മൾ കയറി വരുന്നത്. ഒരു ചെറിയ ലൈബ്രറി. യെസ്. എന്ത് രസമായിട്ടാണ് അത് വെച്ചിരിക്കുന്നത് നോക്കി. ആ സ്ഥലത്തൊട്ടും ഓവറല്ലാതെ ഇവിടെ ഇതേ പറ്റുള്ളൂ, മറ്റൊന്നും പറ്റില്ല എന്നുള്ള രീതിയിലാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. പിന്നെ അത് വായിക്കാനൊക്കെ ആയിട്ട് ഒരു റീഡിങ് സ്പേസ്, റീഡിങ് കോർണർ ഏറ്റവും ആപ്റ്റായിട്ടുള്ള സ്ഥലത്താണ് വന്നിരിക്കുന്നത്. കാരണം ഇവിടുന്ന് നമുക്ക് മുകളിൽ നിന്ന് വയൽ കാണാം, മുൻപത്തെ കാഴ്ചകൾ കാണാം, താഴെ നമ്മുടെ ലിവിങ് സ്പേസ് കാണാം, കയറി വരുന്ന ആളുകളെ കാണാം. അതുപോലെ തന്നെ ഇവിടുത്തെ ഡെക്കോർസ്, ഈ പെയിന്റിങ്സ് ഒക്കെ ആക്ച്വലി നമ്മൾ ഈ വീട് തന്നെയാണ്. ഈ വീടിന് നമ്മൾ ഓരോ പോർഷൻസ് ഒക്കെ നമ്മൾ ഡിജിറ്റൽ ആർട്ടിലൂടെ നേരെ ഇതിൽ ഫ്രെയിം ആക്കി വെച്ചതാണ്. ഈ ബാൽക്കണിയിൽ നിന്ന് നമുക്ക് വീടിന്റെ ആ ഒരു മാസീവായിട്ടുള്ള ഏരിയ കാണാൻ പറ്റും. അതായത് താഴെയുള്ള ഡൈനിങ്ങും ലിവിങ് സ്പേസും നമുക്ക് കാണാൻ പറ്റും. ഒരു ഗ്രൗണ്ട് ഫ്ലോർ ഫസ്റ്റ് ഫ്ലോർ എന്നുള്ളൊരു ഫീലിലാണ് ആരാ താഴെ വന്നത് അതൊക്കെ കാണാനും സംസാരിക്കാനൊക്കെ പറ്റുന്ന രീതി. ആ ഡബിൾ ഹൈറ്റ് സ്പേസ് ശരിക്കും നമുക്ക് ഇവിടുന്ന് ഫീൽ ചെയ്യും. അതാണ് നന്നായിട്ടുണ്ട്. അപ്പം ഇവിടെ ഒരു ബെഡ്റൂമാണുള്ളത്. പിന്നെ ഒരു ബാൽക്കണി സ്പേസ്. നമുക്ക് ആദ്യം ഈ ബാൽക്കണി സ്പേസ് കാണാം. താഴെ മാത്രമല്ല, മുകളിൽ കയറിയപ്പോഴാണ് ശരിക്കും ഈ വീടിന് ഈ സ്പേസ് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. കാരണം നമ്മൾ ഡ്രോൺ ഷോട്ടിലൂടെ കാണുന്നൊരു ഭാഗമുണ്ട്, അത് ഈ വീടിൻ്റെ ഈ ഭാഗമാണ്. ഇവിടെയും ഒട്ടും മറകളൊന്നുമില്ല. കാരണം മേൽക്കൂരയ്ക്കാണ് ഇവിടെ പ്രസക്തി ഉള്ളൂ, ബാക്കി ചൂരുകൾക്ക് ഇവിടെ പ്രസക്തി ഇല്ല. ഇത് ബേസിക്കലി ഇതാണ് ഈ പറഞ്ഞ ഒരു 180 ഡിഗ്രി ഉള്ള ഒരു വ്യൂ. അത് മാക്സിമം കോമൺ ഏരിയയിൽ നിന്ന് എൻജോയ് ചെയ്യാൻ പറ്റണം എന്നുള്ള രീതിയിലാണ്. ഇപ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ വെറുതെ ഒരു 2 സീറ്റിംഗ് മാത്രമേ കൊടുത്തിരുന്നു. അപ്പോൾ അവർ മാറിയിട്ട് ഫുള്ള് സ്റ്റഡി ചെയ്യുന്നതൊക്കെ ഈ വൈകുന്നേര സമയങ്ങളിൽ ഇവിടെ ഇരുന്നിട്ടാണ് കുട്ടികളൊക്കെ ഈ സ്പേസ് ഉപയോഗിക്കുന്നത്. ഈ സ്പേസിന് ഏറ്റവും ക്രിയേറ്റീവായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് സുഹൈൽക്കാണ്, ഈ വീടിൻ്റെ ഓണർ. കാരണം അദ്ദേഹത്തിൻ്റെ ഓഫീസ് സ്പേസ് വന്നിരിക്കുന്നത് ഇവിടെയാണ്. കണ്ടോ, ഇവിടെ ഇരുന്നിട്ട് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് ഞാൻ ആലോചിക്കുന്നത്. കാഴ്ചകൾ പുറത്തല്ലേ, ഡിസ്ട്രാക്റ്റഡ് ആയി പോകില്ലേന്ന്. എൻ്റെ അമ്മോ, ഇത്ര നല്ലൊരു ഓഫീസ് സ്പേസ് വേറൊരു സ്ഥലത്തും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. എന്തൊരു ഭംഗിയിലാണ് ആംബിയൻസിൽ സെറ്റ് ചെയ്തിരിക്കുന്നുണ്ടോ. എല്ലാവരുടെയും ആഗ്രഹമായിരിക്കും വീട്ടിലിങ്ങനെ ഒരു ഓഫീസ് സ്പേസ്, പ്രൊഫഷണൽസിൻ്റെ ഒക്കെ, പ്രത്യേകിച്ച് IT ടെക്കുകളുടെയൊക്കെ ആഗ്രഹമായിരിക്കും ഇങ്ങനെ ഗ്രീനറിയിലേക്ക് തുറന്നിട്ടുള്ളൊരു ഓഫീസ് സ്പേസ് അല്ലേ. ഏതാ ലുക്ക് നോക്കണേ. ആദ്യം ബാൽക്കണി കണ്ട ആവശ്യത്തിൽ ഞാൻ അങ്ങോട്ട് പോയി, ബെഡ്റൂം കാണിക്കാൻ വിട്ടു കേട്ടോ. ഇതാണ് അപ്സ്റ്റെയറിലുള്ള ഒരു ബെഡ്റൂം. മൊത്തം 5 ബെഡ്റൂമാണ്. ഇത് നമ്മൾ കാണിക്കുന്ന 3ാമത്തെ ബെഡ്റൂമാണ് കേട്ടോ. ഇത് നമ്മുടെ ഈ പറഞ്ഞ നമ്മുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് വിഷ്വലിനോട് ചേർന്നിട്ടുള്ള ബെഡ്റൂമാണ്. ഇവിടുന്ന് ജനാലുകൾ തുറന്നിട്ടാൽ ഇൻഫിനിറ്റ് ആയിട്ടുള്ള കാറ്റും വെളിച്ചവും കയറി വരുന്നത്. യെസ്, അതാണ് ഈ വീടിന്റെ ഹൈലൈറ്റ്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ. അപ്പോൾ കട്ടില് എല്ലാം വ്യത്യസ്തമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. കട്ടിൽ ആക്ച്വലി എല്ലാം ടീക്ക് വുഡ് തന്നെ കസ്റ്റമൈസ് ചെയ്താണ്. പക്ഷെ അതിന്റെ ഡിസൈനിലുള്ള പാറ്റേൺ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അതിന് ചേർന്ന രീതിയിലാണ് ഇവിടെ ബാക്കിലെ പാനലിംഗ്. ഇത് പാനലിംഗ് അല്ല, ആക്ച്വലി അത് പ്ലാസ്റ്ററിങ് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ ഈ പാറ്റേൺസ് ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് അതിന് മുകളിൽ തേക്കുന്ന സമയത്ത് തേച്ചിട്ട് ഒരു ക്ലിയർ ഫിനിഷ് അടിച്ചിട്ട് വെച്ചേക്കുന്നതാണ്. ഇത് ആക്ച്വലി ഇത് പാനലല്ല. പാനൽ ആകുമ്പോൾ ആ ഒരു മെയിൻ്റെനൻസ് വരണ്ടെന്ന് ഓർത്തിട്ട് പ്ലാസ്റ്ററിംഗിലെ പാറ്റേൺ കൊണ്ടുവന്ന മാറ്റ് ലെവലില് ഒരു സിമെന്റ് ടെക്സ്ചറാണ് ചെയ്തിരിക്കുന്നത്. നൈസ്, കൊള്ളാം. ഇവിടെ നമ്മൾ വാർഡ്രോബ് സ്പേസ് വന്നിരിക്കുന്നു. ഒരു വുഡൻ പക്ക നോർമൽ ഒരു വുഡൻ സ്ലൈഡിംഗ് സെറ്റപ്പിലാണ് ചെയ്തിരിക്കുന്നത് അല്ലേ? അതെ, നേരത്തെ പറഞ്ഞ പോലെ റൂംസ് എല്ലാം ഒരു മിനിമൽ സൈസ് ആയതുകൊണ്ട് എല്ലാം സ്ലൈഡിംഗിലേക്കാണ്. തുറന്ന സ്ഥലം കളയാനില്ല. അറ്റാച്ച്ഡ് ആയിട്ടാണ് എല്ലാ ബാത്റൂമും എല്ലാ ബെഡ്റൂമുകളും ചെയ്തിരിക്കുന്നത്. നൈസ്. ചെറിയ വാഷ്റൂമുകൾ, അത്യാവശ്യം വേണ്ട ബെഡ്റൂമിന് വേണ്ട ഒരു കോമ്പൻസേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ബാത്റൂംസ്. ഓക്കെ, അപ്പൊ അതാണ് ഈ വീട് മൊത്തത്തില് 4000 സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു ഗംഭീര വീട്, കിഡിലൻ വീട്. ഈ അടുത്ത കാലത്ത് നമ്മൾ ഇത്രയും നേച്ചർ ഫ്രണ്ട്ലി ആയിട്ടുള്ള, ഇത്രയും കാറ്റും വെളിച്ചം കയറുന്ന ഒരു വീട് കണ്ടിട്ടില്ല. ഇതാണ് ഭാഗ്യവാനായിട്ടുള്ള വീട്ടുടമസ്ഥൻ. സുഹൈൽക്ക, നമസ്കാരം. താങ്ക് യു. നമസ്കാരം. നിങ്ങൾ ഒരു വർഷമായിട്ട് ഈ ഒരു കാഴ്ചയും ഈ ഒരു സംഭവങ്ങൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണല്ലേ? തീർച്ചയായിട്ടും. ഇത് എങ്ങനെയാണ് ഇവിടെ ഇങ്ങനെ ഒരു വീട് വേണമെന്ന് ആഗ്രഹം തോന്നാനുള്ള കാരണം? ഒരു മോഡേൺ സ്റ്റൈലിലുപരി നമുക്ക് ആ ഒരു പഴമ നിലനിർത്തിക്കൊണ്ട് എൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന
ഈ പ്രകൃതിയെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം വേണമെന്നുള്ളത് നമ്മുടെ ആഗ്രഹം. അത് ഇവിടെ വരും, ഈ സൈറ്റിൽ വരും എന്നുള്ളത് സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ഡോം ഓഫ് തോട്ട്സ് അല്ല, ബിയോണ്ട് ഓഫ് തോട്ട്സ്. ബിയോണ്ട് ഓഫ് തോട്ട്സ്. എല്ലാം കഴിഞ്ഞ വൈകുന്നേരം സൂര്യൻ അങ്ങ് അസ്തമിക്കുന്ന കാണാൻ വേണ്ടി നിന്നതാണ്. പക്ഷെ മേഘാവൃതമായതുകൊണ്ട് അങ്ങനെ കാണാൻ പറ്റില്ല. എങ്കിലും ആ ഒരു ഫീൽ ഉണ്ടല്ലേ, ഒരു ചെറിയ ചെമ്മാനവും അങ്ങ് ദൂരെ കുട്ടികൾ ഫുട്ബോൾ കളിക്കുന്നതും വയലില് ആ റിഫ്ലക്ഷനും എല്ലാം കൂടെ ആയപ്പോഴത്തേക്കും പക്ക ഒരു ഈവനിങ് ആംബിയൻസ് ആയി, നല്ല കാറ്റ്, വേറൊരു മൂടായി തനി വൈകുന്നേരം. അത് ആസ്വദിക്കാൻ ഇങ്ങനെ ഒരു ബാൽക്കണി ഉള്ള ഈ വീട്ടുകാർ എത്ര ഭാഗ്യം ചെയ്തു തരാമെന്ന് ഞാൻ ആലോചിക്കുന്നു. കൊള്ളാം, നന്നായിട്ടുണ്ട്. ഒരു വർഷമായിട്ട് ഇവിടെ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ ദീർഘകാലം അവർക്ക് ആസ്വദിക്കാൻ പറ്റണ്ടല്ലേ. എന്തായാലും സന്തോഷം. ഡോം ഓഫ് തോട്ട്സ് കോൺടാക്ട് നമ്പർ നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ആവശ്യമുള്ളവർക്ക് വിളിക്കാവുന്നതാണ്. ഇതുപോലെ ഗംഭീര ട്രോപ്പിക്കൽ വീടുകൾ അല്ലേ, പ്രകൃതിയിലേക്ക് മിഴി തുറക്കുന്ന വീടുകൾ ഉണ്ടാക്കി കൊടുക്കുന്നതാണ് അല്ലേ. എല്ലാ ടൈപ്പ് വീടും ചെയ്യോ? ഞങ്ങൾ കൂടുതലും ഇങ്ങനെ ഒരു കോണ്ടക്സ്റ്റൽ ബേസ്ഡ് ആർക്കിടെക്ചറാണ്. അതായത് ക്ലയന്റ് എന്താണ് ആവശ്യം അതനുസരിച്ചാണ് ചെയ്യുക. അതെ, അതിപ്പോൾ നമ്മൾ കോയമ്പത്തൂർ ചെയ്യുന്ന വീട് ഒരിക്കലും കേരളത്തിൽ ചെയ്യുന്ന പോലെ ആയിരിക്കില്ല. അങ്ങനെ ആ ഒരു പെർട്ടിക്കുലർ കോണ്ടെക്സ്റ്റിൽ എന്താണ് ആവശ്യം അത് മനസ്സിലാക്കിക്കൊണ്ടുള്ള ആർക്കിടെക്ചർ. വളരെ വേഴ്സറ്റൈലാണ്. അതെ. ഓക്കെ ഓക്കെ. ഇനിമേ കോൺടാക്ട് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്, വിളിക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക. പുതിയ വീട്ടിട്ട് നമ്മൾ വീണ്ടും വരാം കേട്ടോ. ഓക്കെ, താങ്ക് യു.